ബേത്ലഹേമിലേക്കുള്ള നമ്മുടെ തീർത്ഥാടനത്തിൻ്റെ 9ാം ദിവസമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെയാണ്. ബേത്ലഹേമിലേക്കുള്ള യാത്രയ്ക്ക് മാതൃകയായി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്ന വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടത് സ്വപ്നത്തിലൂടെയാണ്. 4 സ്വപ്നങ്ങൾ. നമുക്ക് പലതരത്തിലുള്ള സ്വപ്നങ്ങളുണ്ടാവാം. ആ സ്വപ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് ആവശ്യമാണ്. മാവ് പൂക്കുന്നത് പോലെ സ്വപ്നങ്ങൾ ഉണ്ടാവട്ടെ. എന്നാൽ സ്വപ്നത്തിൽ പോലും നാം കാണാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ദൈവത്തിൻ്റെ സ്വപ്നം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങൾ നാം സമർപ്പിക്കണം. അതെല്ലാം വെടിവസ്തുക്കളാണ് എന്ന് നമുക്ക് ഓർമ്മിക്കാം. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മുടെ സ്വപ്നങ്ങളെ സമർപ്പിച്ച് സ്വർഗത്തിൻ്റെ പദ്ധതികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാം. നമുക്ക് ബേത്ലഹേമിലെത്തി ദിവ്യസുതന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. കാരുണ്യവാനായ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.